ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ പലയിടത്തും ഇതുവരെ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ്. എന്നാൽ LDF ആകട്ടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണ രംഗത്ത് ഒരുപടി മുന്നിലാണ്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ സേനാപതി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി ജെസി സാബു പ്രചാരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പ് രംഗം ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്, ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും നമ്മളിപ്പോൾ ഉള്ളത് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ സേനാപതി ഡിവിഷനിലാണ്. LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്, ജെസി സാബു. ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് എത്തി. ആദ്യം തന്നെ LDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുകയും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണ രംഗം? പ്രചാരണ രംഗം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ടം പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. നല്ല ജനപിന്തുണയുണ്ട് എന്നോടൊപ്പം. പിന്നെ കടന്നു ചെല്ലുന്നിടത്തൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാനും ജനം എന്നോടൊപ്പം നിന്നുകൊണ്ട് ഈ വർഷം നല്ല വിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടിയാണ് പോകുന്നത്. LDFന്റെ ഒന്നാം ഘട്ട പ്രചരണം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥി ആയിട്ടില്ല. പക്ഷേ ഇടതുപക്ഷം പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എല്ലാ സ്ഥാനാർത്ഥികളെയും ഇറക്കി സജീവമായി തന്നെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. എങ്ങനെയുണ്ട് വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ? വീടുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു മനോഭാവമാണ് എൻ്റെ അടുത്ത് കാണിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ അവർക്ക് ഇനി പിന്തുണ തരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല പിന്തുണയാണ് എന്നോടൊപ്പം. നല്ല പിന്തുണയുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇപ്പോൾ. അപ്പോൾ എന്തായിരുന്നാലും അത്തരത്തിലാണ് LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അവിടേക്ക് ചെല്ലാൻ കഴിയില്ല. എന്നിരുന്നാലും മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടി നമുക്ക് യാത്ര തുടങ്ങാം. ക്യാമറാമാൻ ബ്ലസൻ ജോയ്ക്കൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.